ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പം മഴയൊക്കെ ഒന്ന് മാറി വെയിലൊക്കെ ഒന്ന് ഉദിച്ചു വരുന്നുണ്ട്. മഴക്കാലത്ത് ചില ചെടികളൊക്കെ നമുക്ക് കൂടുതൽ മഴ കൊള്ളാത്ത ഭാഗത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് മുറ്റം ക്ലീൻ ആക്കലൊന്നും കൃത്യസമയത്ത് നടത്താൻ പറ്റില്ല. ഇവിടെ മുറ്റത്ത് പുളിയുടെ ഇലയൊക്കെ കൊഴിയുന്നത് കൊണ്ട് തന്നെ മഴ മാറിയതിന് ശേഷം ചെറിയ ഒലർച്ചയൊക്കെ വന്ന ശേഷം നമുക്ക് അടിച്ചു വാരി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പുറത്തുള്ള ജോലികളൊക്കെ തീർന്നു. ഇനി ഉച്ചയിലേക്കുള്ള ഫുഡ് റെഡിയാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. വെള്ളരി ഇട്ടിട്ടാണ് കറി വെക്കാൻ പോകുന്നത്. വെള്ളരി ഇട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾക്ക് ഫിഷ് പൊരിച്ചെടുക്കാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചക്ക ചുള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു ചുള കുരുവൊക്കെ ഒഴിവാക്കി ഇതൊന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ നല്ല ജീരകമൊക്കെ അരച്ച് ചേർത്ത് നല്ല കൂട്ടാനാക്കി മാറ്റുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നന്നാക്കി ഇളക്കി ഒന്നുകൂടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉണക്കമുളകും കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ വറവിട്ടെടുക്കാം. മുളക് നന്നായി മൊരിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് കൂട്ടാനിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത് നമുക്ക് ചോറിലേക്കും അതുപോലെ വൈകുന്നേരം നമ്മൾ കട്ടൻ ചായ ഈ കൂട്ടാനിലേക്ക് ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെയും നമുക്ക് ഇത് കഴിക്കാം. അങ്ങനെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഉള്ള ചെടികൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഈ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക. DTDC കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. വിത്തൗട്ട് പോട്ടായിട്ടാണ് നമ്മൾ ചെടികൾ അയക്കുക. ഇതൊക്കെ നമ്മുടെ സാധാരണ ചെടികളാണ് കേട്ടോ. ഗോൾഡൻ ലിപ്സ്റ്റിക്ക്, പിങ്ക് ലിപ്സ്റ്റിക്ക്, ഇങ്ങനെയുള്ള ചെടികളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. ഇത് എമറാൾഡ് പ്ലാന്റ് ആണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. മുമ്പ് വലിയ പ്ലാന്റ് ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം ചെറിയ പ്ലാന്റ് ആണ്. ചെറുതെന്ന് വെച്ചാൽ മെച്ചുവേർഡ് ആയത് തന്നെയാണ്, വളരെ കുഞ്ഞി പ്ലാന്റ് അല്ല, നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. പിന്നെ ഉള്ളത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ റിഫ്ലക്ടർ പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയ നല്ല ബുഷിയായ വലിയ പ്ലാന്റ് ആണ്. നമുക്ക് വരാന്തയിലൊക്കെ ചട്ടിയിൽ ഒരു തൈ നട്ട് കൊടുത്ത് ഭംഗിയോടെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് റിഫ്ലക്ടർ. അതുപോലെ തന്നെ ഗ്രീനിൽ റെഡ് സ്പ്രെഡ് ചെയ്ത് വരുന്ന ഹെങ്ങാണിത്. ഒരു യെല്ലോയിഷ് കളറും എല്ലാം കൂടെ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇൻഡോറായിട്ട് പക്ക വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സീസി. ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് റെഡ് പീക്കോക്കാണ്. റെഡ് പീക്കോക്ക് സ്റ്റാർ ഡസ്റ്റിനൊക്കെ പോലെ തന്നെ ലീഫുകളുടെ നീളം വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയതാണ്. കണ്ടില്ലേ, ഇത് റെഡ് പീക്കോക്കാണ്. നല്ല മെച്ചുവേർഡായ പ്ലാന്റാണ്. ഇത് അഗ്ലോണിമ മിൽക്കി വേ ആണ്. മിൽക്കി വേ പ്ലാന്റും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് അഗ്ലോണിമ സിൽവർ സ്പ്ലാഷ് ആണ് കേട്ടോ. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് നാരോ ലീഫാണ്. നാരോ ലീഫിൽ ഒരുപാട് കുഞ്ഞു തൈകൾ ഉണ്ടായി വരുന്ന ചെടിയാണിത്. വളരെ കുറഞ്ഞ റേറ്റാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. ഇതും നമ്മുടെ സെയിലിൽ ഇപ്പോൾ റെഡിയാണ്. ഇനിയും പ്ലാന്റുകളുടെ ഫോട്ടോ അടുത്ത വീഡിയോയിൽ കാണിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൺലൈനായിട്ട് ചെടികൾ വേണം എന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മുഖേന മാത്രം നമ്മളോട് കോൺടാക്റ്റ് ചെയ്യുക.